കളിച്ച് എല്ലാവരും കൂടി കളിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ 2500ഓളം സർട്ടിഫിക്കറ്റുകളാണ് ഇനിയും ഒപ്പിടാൻ കിടക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെയും സിൻഡിക്കേറ്റിലെ പ്രതിപക്ഷ ഭരണകക്ഷി എം എൽ എ ഭരണകക്ഷി അംഗങ്ങളുടെയും വാദം. എന്നാൽ BJP അതിനെ പ്രതിരോധിക്കുന്നത് 400ഓളം സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് ഒപ്പിടാൻ കഴിയുന്നതാണ്. ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഉള്ള കാലഘട്ടമാണ്. യൂണിവേഴ്സിറ്റിയിൽ VC വന്നിരുന്നില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അത്ര ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനില്ല എന്നാണ്. എന്തായാലും ഒരെണ്ണമായാലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. എല്ലാവരും കൂടി കളിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതാകുന്ന കളിപ്പിച്ച് കളിപ്പാട്ടം നശിപ്പിക്കുന്ന രീതിയിൽ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത്. എന്തായാലും യൂണിവേഴ്സിറ്റി യാതൊരു കാര്യവുമില്ലാത്ത പ്രശ്നത്തിന് അവിടെ ഒരു സംഘടനയ്ക്ക്, ഒരു ഹിന്ദു സംഘടനയ്ക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. വാടകയ്ക്ക് കൊടുക്കാതിരുന്നാൽ പോലെ പ്രശ്നം തീരുമല്ലോ. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ രജിസ്ട്രാർ കർശനമായി അവരോട് പറയുന്നില്ല. ഉത്തരവിൽ ഇങ്ങനെ കൊടുത്ത എഗ്രിമെന്റിൽ കിടക്കുന്നു, മതപരമായ ചടങ്ങുകൾക്കും മതസംഘടനകൾക്കൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. ഇതൊരു സാംസ്കാരിക സംഘടനയ്ക്കാണ് കൊടുത്തത്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയ്ക്കാണ് കൊടുത്തത്. അതിൻ്റെ പേരിലുള്ള ക്ഷേത്രവുമായിട്ടില്ല, പേരിലുള്ള ഒരു സാംസ്കാരിക സംഘടനയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഭാരതാംബയെ വെക്കും ഹിന്ദു സംഘടനയുടെ പരിപാടികൾക്ക്. അപ്പോൾ അതിന് കൊടുക്കുകയോ ഉത്തരവ് ചെയ്യുകയോ അല്ലെങ്കിൽ VCയുമായിട്ട് ആലോചിച്ചും ഗവർണറുമായിട്ടൊക്കെ ആലോചിച്ചൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാതെ രജിസ്ട്രാറിൻ്റെ പൊളിറ്റിക്സ് കളിച്ചു. അതിനെ കവച്ചു വെച്ചുകൊണ്ട് VC അദ്ദേഹത്തിൻ്റെ ലെവലിൽ കളിച്ചു, ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ ലെവലിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പാവപ്പെട്ട കുട്ടികളുടെ സർട്ടിഫിക്കറ്റാണ് കിടക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ ഇനി വിദ്യാഭ്യാസം ചെയ്യുക? ഇവിടെ ഒരു മന്ത്രിസഭയുണ്ടോ? ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ? ഒരു മന്ത്രിയുണ്ടോ? എന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത്? ഒരു യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ദ മദർ ഓഫ് ആൾ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് പറഞ്ഞാലും അത്ഭുതമില്ല. വളരെ വലിയ മഹത്തായ യൂണിവേഴ്സിറ്റി. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ആൽബർട്ട് ഐൻസ്റ്റീനെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹം വന്നില്ല. മറ്റൊരു കാര്യം കൂടെ ചെയ്തിരുന്നു. ഇവിടെ ഒരു VC ഉണ്ടായിരുന്നപ്പോൾ EMSനോട് സമയം ചോദിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി EMS VCയോട് പറഞ്ഞു, VCയുടെ ഓഫീസിൽ നിന്ന് സമയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ VC ആണ്, നിങ്ങൾക്ക് ഒരുപാട് അക്കാഡമിക് കാര്യങ്ങളും നോൺ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ചെയ്യാനുള്ള സമയമാണ്, വിലപ്പെട്ട സമയമാണ്, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആളല്ല, നിങ്ങൾ ഞങ്ങളെക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ആളാണ്, നിങ്ങൾ ഗുരുക്കന്മാരുടെയും വലിയ ഗുരുവാണ്, കാരണം നിങ്ങൾ യൂണിവേഴ്സിറ്റി VC ആണ്. അങ്ങനെ റെസ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി പെട്ടിയെടുക്കുന്നവരും വെള്ളം കോരുന്നവരും രാഷ്ട്രീയം കളിക്കുന്നവരും അതുപോലെ തന്നെ ജാതിയും മതവും വർഗവും ഗോത്രവും പണവും അധികാരവും അഴിമതിയുമൊക്കെയായി VCമാരെ നിർണ്ണയിക്കുന്ന കാലഘട്ടത്തിലേക്ക് അതപ്പതിച്ചപ്പോൾ VCമാരുടെ റോൾ ചെയ്യാൻ കഴിയുന്നില്ല. VCമാരങ്ങനെ, രജിസ്ട്രാർമാരങ്ങനെ, അങ്ങനെ ഒരു വലിയ ചക്കളത്തി പോരാട്ടം. പിന്നെ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ രാഷ്ട്രീയം കൂടി ആകുമ്പോൾ മനോഹരമായിരിക്കുന്നു ഈ കഥ. ഈ ആട്ടവിളക്ക് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കട്ടെ. നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നു. ഇപ്പോൾ ഒരു 80,000 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നതെങ്കിൽ 2 ലക്ഷം കുട്ടികളാണ് ഇപ്പോൾ പുറത്തു പോകുന്നതെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയോ നമ്മുടെ കോളേജുകളൊക്കെ തട്ടുകളാക്കാം. നമ്മുടെ കുട്ടികൾ പുറത്തു പോട്ടെ, അവർ പോയി പഠിച്ചു വരട്ടെ.